മാതൃഭൂമി ന്യൂസിൻ്റെ ഇന്നത്തെ ഈ യാത്രയിൽ എറണാകുളം സബ് കളക്ടർ അദീല അബ്ദുള്ള കൂടി ചേരുകയാണ്. രാത്രി 9 മണിയാകുമ്പോഴേക്കും കൊച്ചിയുടെ തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നായ മേനകയോട് ചേർന്നുള്ള ഇടങ്ങളിലെ കടകൾ അടഞ്ഞു തുടങ്ങും. തുറച്ചുനോട്ടങ്ങളോ ചോദ്യങ്ങളോ ഇല്ലാതെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. നടന്ന പല സ്ഥലങ്ങളിലും ഒരിക്കലും സുരക്ഷിതമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനിയും സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ അടിവരയിട്ട് പറയാൻ ഭയമുണ്ട്. 9:00 അവസാന ബസ്സുകളും പോകുന്നതോടെ കൊച്ചി ശൂന്യമാകുന്നു. പബ്ലിക് പ്ലേസുകൾ ഓപ്പൺ ചെയ്യും, ആളുകൾ കൂടുതലുണ്ടാകും, ആളുകൾ സിറ്റിയെ കൂടുതൽ ഡിമാൻഡ് ചെയ്ത് തുടങ്ങും. സ്ത്രീകൾ നടക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്തിനു നടക്കുന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തെക്കാൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് നടന്നുകൂടാ. യാത്ര അവസാനിക്കും മുമ്പ് വനിതാ ഡിപ്പാർട്ട്മെന്റുകൾക്ക് സ്ത്രീ സുരക്ഷയിൽ കാര്യമായ പങ്കുവഹിക്കാനാകുമെന്ന പ്രതീക്ഷ കൂടി സബ് കളക്ടർ പങ്കുവച്ചു. പരമാവധി സേഫ് ആക്കാൻ വേണ്ടി നോക്കാം, പെട്രോളിങ് കൂട്ടാം. ഇതിനേക്കാളിലൊക്കെ ഉപരി ഡോമിനേറ്റ് ചെയ്യുന്ന ഓരോ പുരുഷനിലുമാണ് ആ മാറ്റം വരുന്നത്. ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നപ്പോൾ വാഹനങ്ങൾ അടുത്തു വരുന്നു, ആളുകൾ പിന്തുടരുന്നു. ഇതൊക്കെ തന്നെയാണ് വർഷങ്ങൾക്കിപ്പുറവും കൊച്ചിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കുള്ള സുരക്ഷിതത്വം. വിജേഷ് പുതുവാശ്ശേരിക്കും ജൈവനുമൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.